ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ GIO പലസ്തീൻ അനുകൂല പരിപാടി നടത്താൻ ദേവസ്വം ഭൂമിയായ മാടായിപ്പാറ തന്നെ തെരഞ്ഞെടുത്തതിൽ ദുരൂഹത. രാഷ്ട്രീയ പരിപാടികൾ നടത്താൻ നിരവധി സ്ഥലങ്ങളുണ്ടായിട്ടും ക്ഷേത്രഭൂമിയായ മാടായിപ്പാറ തന്നെ തെരഞ്ഞെടുത്തതിലാണ് ദുരൂഹത. ഇത് മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന വിമർശനവുമായി BJP രംഗത്തെത്തുകയും ചെയ്തു. കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗം പലസ്തീൻ അനുകൂല പരിപാടി നടത്താൻ ദേവസ്വം ഭൂമിയായ മാടായിപ്പാറ തന്നെ തെരഞ്ഞെടുത്തതിൽ ദുരൂഹത അവശേഷിക്കുന്നുണ്ട്. കാരണം രാഷ്ട്രീയ പരിപാടികൾ നടത്താൻ നിരവധി സ്ഥലങ്ങളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവിടെയാണ് ഈ ഒരു പ്രതിഷേധ പരിപാടി നടത്താൻ ക്ഷേത്രഭൂമിയായ മാടായിപ്പാറ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നിലുള്ള ഒരു ചേതോവികാരം ഇവർ എന്താണ് കാണിക്കുന്നത്? രോഹിണി, നമുക്കറിയാം ഈ പലസ്തീൻ വിഷയം തുടങ്ങിയ സമയം തൊട്ട് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ CPM-ഉം മറ്റ് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മറ്റ് സംഘടനകളും പലയിടത്തും ഈ പ്രതിഷേധ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 2 ദിവസം മുമ്പ് പയ്യാമ്പലം ബീച്ചിൽ പോലും സമാനമായ പരിപാടി ഈ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഭാഗത്ത് നിന്ന് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും BJP-യോ അല്ലെങ്കിൽ മറ്റ് സംഘപരിവാർ സംഘടനകളോ ഒന്നും തന്നെ തടയാനോ ചോദ്യം ചെയ്യാനോ പ്രതിഷേധിക്കാനോ ഒന്നും പോയിട്ടില്ല. പക്ഷേ ഇത് സ്വാഭാവികമായും തിരുവോണ ദിവസം ദേവസ്വം ഭൂമിയായ മാടായിപ്പാറയിൽ ഈ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർ ഈ പ്രതിഷേധ പരിപാടി, അത് ജിഹാദ് എന്ന് പറഞ്ഞ പോസ്റ്ററും പിടിച്ചാണ് ഇവർ ഈ പരിപാടി നടത്തിയത്. സ്വാഭാവികമായും ജില്ലയിൽ ഈ പ്രതിഷേധ പരിപാടികൾ നടത്താൻ വിവിധ ഇടങ്ങളുണ്ട്. ഈ മാടായിപ്പാറയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ് പഴയങ്ങാടി ടൗൺ ഉള്ളത്. ആ ടൗണിൽ പ്രതിഷേധ പരിപാടികൾ നടക്കാറുണ്ട്, പല പരിപാടികളും നടക്കാറുണ്ട്. അപ്പോൾ അത്ര വിവിധ സ്ഥലങ്ങൾ ജില്ലയിലും ഈ മാടായിപ്പാറയ്ക്ക് സമീപത്ത് തന്നെ ടൗൺ അടക്കം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തകർ ഈ സ്കൂൾ അല്ലെങ്കിൽ ഈ മാടായിപ്പാറ തന്നെ തിരഞ്ഞെടുത്തു എന്നൊരു ചോദ്യം, അത് തന്നെയാണ് ഒരു ദുരൂഹത ഉണ്ടാക്കുന്നത്. കാരണം കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള സ്കൂളിൽ നിന്ന് അവരുടെ ബസ് എടുത്ത് ഈ പെൺകുട്ടികളെയും കൊണ്ട് മാടായിപ്പാറയിൽ വന്ന് അവിടെ ഈ പ്രതിഷേധ പരിപാടി നടത്തുക. അപ്പോൾ അതത്ര നിഷ്കളങ്കമല്ല എന്നൊരു വിമർശനം തന്നെയാണ് ഉയരുന്നത്. കാരണം ഇതിന് പിന്നിൽ മറ്റ് താല്പര്യങ്ങളുണ്ട്. മാടായിപ്പാറയുടെ പവിത്രത തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ ഇത്തരം ഒരു പ്രവൃത്തി നടത്തിയെന്നൊരു വിമർശനം തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് BJP നേതൃത്വവും ഈ ഒരു സംഭവത്തിൽ വിമർശനവുമായി രംഗത്തെത്തിയത്. കാരണം അതിനെ തിരുവോണ ദിവസം തന്നെ തെരഞ്ഞെടുത്തതും അതിന് പിന്നിലും ദുരൂഹതയുണ്ട് എന്നൊരു വിമർശനം തന്നെയാണ് ഉയരുന്നത്. കാരണം നമുക്കറിയാം, പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അനാവശ്യ വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമം, ബോധപൂർവമായ ശ്രമം ചില കോണുകളിൽ നിന്ന് ഉയരുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഈ മാടായിപ്പാറയെ ഇത്തരത്തിൽ വിവാദങ്ങളിലേക്ക് വലിച്ചിട്ട് അതിൻ്റെ ഒരു അന്തസ്സത്തെ കളങ്കപ്പെടുത്തുക എന്നൊരു നീക്കം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചില ജമാഅത്തെ ഇസ്ലാമി ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചതുപോലും ഇത് ദേവസ്വം ഭൂമി അല്ല എന്നുള്ള തരത്തിൽ ഒരു പ്രചരണമാണ് നടത്തിയത്. അപ്പോൾ അതിന് പിന്നിലൊക്കെ ബോധപൂർവമായ ശ്രമമുണ്ട്. ഈ ഒരു പൊതുസ്ഥലമാണ് ഈ മാടായിപ്പാറ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും ഇതിന് പിന്നിലുണ്ട്. അതിൻ്റെ പവിത്രത ഇല്ലാതാക്കാനുള്ള ശ്രമവും അതിൻ്റെ ഭാഗമാണെന്ന വിമർശനം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. ഇതിന് സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇത്തരം നടപടികൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനാകില്ല എന്ന് തന്നെയാണ് BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ പറയുന്നത്. രോഹിണി, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.